ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. ഡൈപോൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് പഠിച്ചതാണ്. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് പ്ലസ് ക്യൂ മൈനസ് ക്യൂ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഓഫ് 2a. ഇതിനാണ് ഡൈപോൾ എന്ന് പറയുന്നത്. ഈ ഒരു എൻറ്റയർ അവസ്ഥേനെയാണ് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്, അതെപ്പോഴും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കായിരിക്കും. ഈ 2a എന്ന് പറയുന്നത് ഡൈപോളിൻ്റെ ലെങ്താണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഇത് ജസ്റ്റ് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾ ഇതിൻ്റെ ഇവിടെ ഒരു പടം വരയ്ക്കണം. അപ്പോൾ ഒരു മൈനസ് ക്യൂ, അതേപോലെ തന്നെ ഒരു പ്ലസ് ക്യൂ. ശ്രദ്ധിച്ചിരുന്നോളം, ഇത് കുറച്ച് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണേ. അപ്പം ഡൈപോൾ എന്ന് പറയുമ്പോൾ ഈ പ്ലസ് ക്യൂ മൈനസ് ക്യൂവിനെ എന്ത് ചെയ്യുന്നു, ഒരു 2a ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് 2a ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പകുതി ഇങ്ങോട്ട് എയും ഇതിൻ്റെ പകുതി ഇങ്ങോട്ടേക്ക് എയും. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് ദൂരെ ഈ P എന്ന് പറയുന്ന പോയിന്റിലും, അതിൽ ഇക്വറ്റോറിയൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് ദൂരെ ഈ ഒരു പോയിന്റിലെയാണ്. എന്നാൽ നമുക്കിവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞ ഇക്വേഷനകത്ത് നമുക്ക് തീറ്റ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് റാൻഡമായിട്ട് ഒരു പോയിന്റ് തന്നെ ഞാൻ ഇവിടെ അങ്ങ് എടുക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ അത് നമ്മുടെ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് ദൂരെ രണ്ട് ഇങ്ങനെ റാൻഡമായിട്ടൊരു പോയിന്റ് എടുക്കുകയാണ് r. ദണ്ട് ഇവിടെ. ഓക്കെ. ആ പൊസിഷൻ ദണ്ട് ഇതുമായിട്ട് നമ്മുടെ ഡൈപോളുമായിട്ട് ഒരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുള്ളതായിട്ടും വരയ്ക്കുക. ഓക്കെ. ഇപ്പം ഈ P എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്നത് നോക്കിക്കോളൂ. ഇവിടെ നിന്ന് ഈ പ്ലസ് ക്യൂവിൽ നിന്ന് ഒരു R1 ഡിസ്റ്റൻസിലും മൈനസ് ക്യൂവിൽ നിന്ന് ഒരു R2 ഡിസ്റ്റൻസിലുമാണ് ഞാൻ അങ്ങ് എടുക്കുകയാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് ഒരു കാര്യം പറയാം. എനിക്ക് ഈ R1 എന്ന് പറയുന്ന ലെങ്തിനെ എനിക്ക് ഇത് നമുക്ക് വല്ല ഓന്ന് വല്ലതും കൊടുക്കാം. എന്നിട്ട് ഈ ജോയിൻ്റ്, അതായത് സെൻറ്റർ ഓഫ് ഡൈപോളിന് ഓന്ന് കൊടുക്കാമേ. അപ്പോൾ ഈ PO എന്ന് പറയുന്ന ആ ആറില്ലേ, PO എന്ന് പറയുന്ന ലെങ്ത് റെഡ് ലൈൻ, ആ റെഡ് ലൈനിൽ എനിക്ക് ഈ R1 ലെങ്ത് കട്ട് ചെയ്യണം. അതായത് എനിക്കിപ്പം ഈ ഒരു ലൈനിൽ ഇപ്പം ഒരു അയൺ റോഡ് ദെൻ ഈ ഒരു ഷേപ്പിലായിരിക്കുന്നതെന്ന് വിചാരിച്ചു. എനിക്ക് അയൺ റോഡിൻ്റെ ഈ ഗ്രീൻ പാർട്ടിൻ്റെ ലെങ്ത് തന്നെ എനിക്ക് ഈ റെഡ് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ ഗ്രീൻ പാർട്ടിൻ്റെ ടിപ്പേന്ന് ദണ്ട് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇത്രയും എന്ന് പറയുന്നത് ഈ ഗ്രീൻ പാർട്ടിൻ്റെ അതേ ലെങ്ത് ആയിരിക്കും. ഇവിടെയും അതേപോലെ തന്നെ എനിക്ക് ഈ R1 എന്ന് പറയുന്ന ലെങ്ത് എനിക്ക് POയിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? ഞാൻ ദണ്ട് ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ദണ്ട് ഇങ്ങോട്ടേക്ക് വരച്ചു. ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ദണ്ട് ഇങ്ങോട്ടേക്ക് വരച്ചു. ദണ്ട് ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ടേക്ക് വരച്ചു. ഓക്കെ, ഇങ്ങോട്ടേക്ക് വരച്ചു ആ ഡിസ്റ്റൻസ്. എന്നിട്ട് ഞാൻ അതിനെ C എന്ന് നെയിം ചെയ്തു. C. ഓക്കെ. ഇപ്പം ഈ ഡിസ്റ്റൻസ് കണ്ടോ? അതായത് ദണ്ട് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് R1 ആയിരിക്കും. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ ഈ കാർപ്പൻറ്റേഴ്സിൻ്റെ ഇലക്കെ ഇങ്ങനെ ഒരു സ്കെയിലുണ്ടേ. അതായത് ദണ്ട് ഇങ്ങനെ ഒരു സ്കെയിലുണ്ട്. ഇങ്ങനെ ഇതൊരു തടി ഒരു വുഡൻ പോർഷനാണ്. ഇങ്ങനെ ഒരു സ്കെയിലുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒരു പർപ്പസിന് വേണ്ടി ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കണക്കെടുക്കാൻ വേണ്ടി, നമുക്കറിയാമല്ലോ മേൽക്കുരയൊക്കെ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. എനിക്ക് ചിലപ്പോൾ ഇവിടത്തെ ഇത്രയും പീസ് ഇവിടെ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ വെച്ചിട്ടാണ്, ഈ ഒരു സ്കെയിൽ വെച്ചിട്ടാണ് അത് അവർ ചെയ്യുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് അർത്ഥം. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പം ആ PO എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ PC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് R1 ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. രണ്ട് ഈ R1 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനിയും നോക്കിയോ, നമുക്ക് ജനറലി പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താണ്? V = ഇന്നലെ പഠിച്ചത് 1/4πε0 Q ഡിവൈഡ് ബൈ R എന്നാണ് നമ്മൾ ഇന്നലെ പഠിച്ചത് അല്ലയോ? പൊട്ടൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ. ഇവിടെ 2 ചാർജ് ഉള്ളതുകൊണ്ട് 2 ചാർജ് ഇവിടെ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പടം നിങ്ങൾ ഇങ്ങനെ വരച്ചിട്ട്, പടം കംപ്ലീറ്റ് ആയില്ല കേട്ടോ, പടം കംപ്ലീറ്റ് ആവാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ഓരോ ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പടം കംപ്ലീറ്റ് ചെയ്ത് തരാം. അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് വി ഹാവ് V = 1/4πε0 Q ഡിവൈഡ് ബൈ R ജനറൽ ഇക്വേഷൻ ആണ്. ഹിയർ അപ്പോൾ V ഡ്യൂ ടു പ്ലസ് ക്യൂ എന്തായിരിക്കും?
അതായത് പ്ലസ് ക്യൂവും ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പ്ലസ് ക്യൂ ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ വി ഡ്യൂ ടു പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 1/4πε0 പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ എന്തെന്ന് വരുന്നു? പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ R1 എന്ന് വരുന്നു. അതേപോലെ തന്നെ വി ഡ്യൂ ടു മൈനസ് ക്യൂ എന്താ? വി ഡ്യൂ ടു മൈനസ് ക്യൂ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 1/4πε0 മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ എന്തെന്ന് കൊടുക്കാം? R2 എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി ടോട്ടൽ എങ്ങനെ എടുക്കാം? വി ടോട്ടൽ അതായത് ഈ പോയിന്റിൽ ഈ ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും ഉണ്ട്, ഈ ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും ഉണ്ട്. അപ്പം ആ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ വി ടോട്ടൽ എന്ന് പറയുന്നത് എന്താവും അറിയാമോ? വി ടോട്ടൽ ഈസ് ഈക്വൽ ടു എന്താണ്? വി ഡ്യൂ ടു പ്ലസ് ക്യൂ പ്ലസ് വി ഡ്യൂ ടു മൈനസ് ക്യൂ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/4πε0 പ്ലസ് ക്യൂ ഡിവൈഡ് ബൈ R1 പ്ലസ് 1/4πε0 മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ R2. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മൈനസ് നടുക്കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ R1 മൈനസ് 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ R2 എന്ന് വരും. ഇവിടെ നിന്ന് ക്യൂ ഡിവൈഡ് ബൈ 4πε0 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1/R1 മൈനസ് 1/R2 എന്ന് വരും. ഇതാണ് വി ടോട്ടൽ. പക്ഷേ ഇനിയും ഈ R1ഉം R2ഉം കണ്ടുപിടിക്കാതെ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ മുമ്പിലോട്ട് പോവില്ല. അതിനുവേണ്ടിയാണ് ഞാൻ ആ പടം കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നോക്കിക്കോ, ഞാൻ ഈ ഇവിടെ നിന്ന് ഞാൻ സൈൻ തീറ്റ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് കോസ് തീറ്റ കണ്ട് ഈ ട്രയാങ്കിളിനകത്ത് ഞാനൊരു കാര്യം കൂടെ പറയാം. നമുക്ക് ഇതിൽ നിന്ന് ഇത് എഴുതേണ്ടത് ഇപ്പം നമ്മൾ എഴുതിയതിൻ്റെ തൊട്ട് താഴെയാണേ. ഞാൻ ഇവിടോട്ട് എഴുതുകയാണ് ഈ പടം വെച്ച് കാണിക്കാൻ വേണ്ടി. നമുക്ക് പി ഒ ആണല്ലോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പി ഒനെ നമുക്ക് പി സി പ്ലസ് ഒ സി എന്ന് എഴുതത്തില്ലയോ? നോക്കിയോ, ഇതാണ് ടോട്ടൽ പി ഒ. പി ഒയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ പി സി പ്ലസ് ഒ സി ചെയ്താൽ പോരെ. അതായത് പി ഒ എന്ന് പറയുന്ന ലെങ്ത് വേണ്ടത് അതിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലെങ്തും കൂടെ ആഡ് ചെയ്താൽ പോരെ. ഓക്കെ, അപ്പം പി സി പ്ലസ് നമുക്ക് എന്ത് കിട്ടി? ഒ സി എന്ന് കിട്ടി. പി ഒ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ എടുത്തായിരുന്നു പി തൊട്ട് ഒ വരെയുള്ള ഡിസ്റ്റൻസ് 6 ആണ്. പി സി എന്താ? പി സി എന്ന് പറയുമ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ പി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് R1 ആയി പ്ലസ് ഒ സി. ഇനി ഒ സി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ട്രയാങ്കിൾ എടുക്കുകയാണ്. ഈ ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഈ ട്രയാങ്കിളിനകത്ത് കോസ് തീറ്റ എടുക്കാൻ പോകും. അപ്പോൾ ആ ട്രയാങ്കിൾ വേണമെങ്കിൽ നമുക്ക് നെയിം കൊടുക്കാം. ഇൻ ട്രയാങ്കിൾ ഒ സി പ്ലസ് ക്യൂ എന്ന് എടുക്കാം. അവിടെ ഒന്ന് കോസ് തീറ്റ എടുക്കാൻ പോവാം. കോസ് തീറ്റ ഈസിക്കലി നമുക്കറിയാം അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടെന്യൂസ് ആണ്. അഡ്ജസൻറ്റ് എന്ന് പറയുമ്പോൾ എ ആണ്, ബൈ ഹൈപ്പോട്ടെന്യൂസ് എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് എന്ന് പറയുമ്പോൾ ഒ സി ആണ്. ഒ സി ഹൈപ്പോട്ടെന്യൂസ് നമ്മൾ 90 ഡിഗ്രി അല്ലേ, 90 ഡിഗ്രി വരച്ചു ഇവിടെ. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും എപ്പോഴും ഹൈപ്പോട്ടെന്യൂസ് എന്ന് പറഞ്ഞ് ഓർത്ത് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഒ സി ഡിവൈഡ് ബൈ നമുക്ക് എന്തെന്ന് വന്നു? എ എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എ കോസ് തീറ്റ ഈസിക്വൽ ടു എന്തെന്ന് കിട്ടി? ഒ സി എന്ന് കിട്ടി. അപ്പോൾ ഈ ഒ സിനെ നമുക്ക് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയാമോ? R ഈസിക്വൽ ടു R1 പ്ലസ് എ കോസ് തീറ്റ എന്ന് കിട്ടും. അവിടെ നിന്ന് R1 കണ്ടുപിടിക്കാൻ വേണ്ടി R മൈനസ് എ കോസ് തീറ്റ ഈസിക്വൽ ടു എന്താണെന്ന് എഴുതാം? R1 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇത് ഇത്ര എഴുതേണ്ടത് നമ്മൾ ഇപ്പോൾ എഴുതിയതിൻ്റെ ഏറ്റവും താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ അങ്ങോട്ടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോവാണ്. നോക്കിക്കോളൂ, ഇവിടെയാണ് ഇത് എഴുതേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞിട്ട് ഇത് എഴുതുക. ഇത്ര എഴുതുക. എന്നിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിൽ തന്നെ നമുക്കിനി R2 കണ്ടുപിടിക്കണ്ടേ? R2 കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും ആ പടത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകാം. എനിക്ക് R2 ഒരിക്കലും ഈ പി ഒയിൽ കട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം പി ഒയ്ക്ക് ലെങ്ത് കുറവാണ്. അപ്പോൾ R2 പി ഒയിൽ കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ പി ഒയുടെ ലെങ്ത് കൂട്ടണം. ഞാൻ ഇങ്ങനെ ലെങ്ത് ഇങ്ങോട്ടേക്ക് കൂട്ടുകയാണ്. ലെങ്ത് ഞാൻ എന്ത് ചെയ്യുക? ലെങ്ത് ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടുകയാണ്. അപ്പോൾ ലെങ്ത് കൂട്ടുമ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ദിസ് ഈസ് 90 ഡിഗ്രി. ഓക്കെ, എന്നിട്ട് ഇവിടെ പേര് കൊടുക്കുകയാണ്, ഞാൻ ഒ ബി എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ R2 എന്ന് പറയുന്ന ലെങ്ത് എന്ന് പറയുമ്പോൾ പി ബിക്ക് ഈക്വൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം,
ഇങ്ങനെ എഴുതാം. ഇവിടെ തന്നെ എഴുതുകയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ നമുക്കിങ്ങനെ എഴുതാം R2, അതായത് P മൈനസ് Q എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് R2. അത് തന്നെയാണ് ഇപ്പോൾ എന്ത് PB എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ PBനെ എങ്ങനെ എഴുതാം? PBനെ നമുക്ക് PO പ്ലസ് OB എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ PB R2 ആണ്, അത് കൊടുത്തു. PO എന്ന് പറയുന്നത് R ആണ്. OB എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും ഈ ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഈ ട്രയാങ്കിൾ നോക്കിക്കോളൂ, ഈ ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യാണ്. ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പം ഇത് തീറ്റ ആണെങ്കിൽ ഒബ്വിയസ്ലി വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആയിട്ടുള്ള ഇതും തീറ്റ ആയിരിക്കും. അവിടെ ഞാൻ കോസ് തീറ്റ കണ്ടുപിടിക്കാൻ പോവാം. അപ്പം ഇൻ ട്രയാങ്കിൾ OB മൈനസ് Q ഞാൻ അവിടെ നിന്ന് കോസ് തീറ്റ എടുക്കാൻ പോവാണ്. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് എന്ന് പറയുമ്പോൾ OB ആണ്. OB ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ A ആണ്. അഡ്ജസൻറ്റ് ഈ സൈഡ്, ഹൈപ്പോട്ടന്യൂസ് ഈ സൈഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു A കോസ് തീറ്റ ഈസ് ഈക്വൽ ടു OB എന്ന് കിട്ടി. ഇതിനെ ഞാൻ ഇതിനകത്തോണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ R2 ഈസ് ഈക്വൽ ടു R പ്ലസ് A കോസ് തീറ്റ എന്ന് വരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ R2 കിട്ടി, R1 കിട്ടി. അപ്പോൾ അത് രണ്ടും അതിൻ്റെ താഴെയാണ് എഴുതേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഇതിനെ അങ്ങോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോവാണ്. നോക്കിക്കോളൂ. ഓക്കെ, ഇത് രണ്ടും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇങ്ങനെ എഴുതിയാണ്. അപ്പോൾ നമുക്ക് R1 കിട്ടി, R2 കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഇതിന് വേണമെങ്കിൽ നിങ്ങൾ ഒരു ഇക്വേഷൻ 1 എന്ന് വല്ലതും ഒന്ന് കൊടുത്തേക്കണം ഈ ഇക്വേഷന്. എന്നിട്ട് താഴോട്ട് എഴുതേണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് R1 ആൻഡ് R2 ഇൻ ഇക്വേഷൻ 1. അങ്ങനെയാണെങ്കിൽ V ടോട്ടൽ ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 1 R1 പകരം R മൈനസ് A കോസ് തീറ്റ മൈനസ് 1 R2 പകരം R പ്ലസ് A കോസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങോട്ടും ഇതിനെ തമ്മിലും LCM എടുക്കുക എന്ന് പറയും ഇല്ലേ? അപ്പോൾ നമുക്ക് V ടോട്ടൽ ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു R പ്ലസ് A കോസ് തീറ്റ മൈനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വേണം R മൈനസ് A കോസ് തീറ്റ എന്ന് എഴുതാനായിട്ട്. ഓക്കെ ആണല്ലോ. താഴെ അപ്പോൾ എന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇതിപ്പം R മൈനസ് A കോസ് തീറ്റ ഇൻറ്റു R പ്ലസ് A കോസ് തീറ്റ എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പം അവിടെ ഇനി നമുക്ക് എന്താ മുകളിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ V ടോട്ടൽ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു R പ്ലസ് A കോസ് തീറ്റ മൈനസ് ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം R പ്ലസ് A കോസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ആ മൈനസ് പ്ലസ് ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ താഴെ A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി ഫോമിലല്ലേ കിടക്കുന്നത്? R സ്ക്വയർ മൈനസ് A സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. എന്നിട്ട് മുകളിൽ ഇവിടെ പ്ലസ് ആറും മൈനസ് ആറും എന്ത് ചെയ്തു? കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇനി A കോസ് തീറ്റ പ്ലസ് A കോസ് തീറ്റ 2A കോസ് തീറ്റയാണ്. അപ്പോൾ അവിടെ V ടോട്ടൽ ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 2A കോസ് തീറ്റ ഡിവൈഡഡ് ബൈ R സ്ക്വയർ മൈനസ് A സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? V ടോട്ടൽ നോക്കിയോ. V ടോട്ടൽ ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 2A കോസ് തീറ്റ ഡിവൈഡഡ് ബൈ R സ്ക്വയർ മൈനസ് A സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയാണ്. നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് കൺസിഡർ ചെയ്ത പോലെ തന്നെ R എന്ന് പറയുന്നത് വെരി വെരി ഗ്രേറ്റർ ദാൻ A ആണ്. R സ്ക്വയർ ഷുഡ് ബി therefore R സ്ക്വയർ മസ്റ്റ് ബി വെരി വെരി ഗ്രേറ്റർ ദാൻ A സ്ക്വയർ. സോ എന്താണ്? A സ്ക്വയർ ഇൻ ഡിനോമിനേറ്റർ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് ബാക്കി എന്തെഴുതാം? നോക്കിക്കോളൂ. V ടോട്ടൽ ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 4πε0. ഇനി വേണമെങ്കിൽ ഒരു ഇത് ചെയ്യാം. ഇവിടെ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് വേണം എഴുതാം. ഈ 2A ഇൻറ്റു Q എന്ന് പറയുമ്പോൾ P ആണ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. അപ്പോൾ P ഇൻറ്റു എന്താ? കോസ് തീറ്റ എന്ന് വരും. താഴെ 4πε0 R സ്ക്വയർ എന്ന് വരും. കാരണം ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. V ഈസ് ഈക്വൽ ടു എന്താണ്? P കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 4πε0 R സ്ക്വയർ.
മറ്റേ അവിടെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? E ഈക്വൽ ടു P ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ആർ ക്യൂബും 2P ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ആർ ക്യൂബും ആയിരുന്നു. ഇവിടെ P കോസ് തീറ്റ ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ആർ സ്ക്വയർ എന്നാവും. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആക്സിയലും ഇക്വിറ്റോറിയലും സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഡൈപോൾ രണ്ടിങ്ങനെ ഇരിക്കുക, ഇത് -q ഇത് +q. ഞാൻ ഈ ഒരു പോയിൻ്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഞാൻ ആ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ വരയ്ക്കേണ്ടത്. അപ്പം പൊസിഷൻ വെക്ടറും ഇങ്ങോട്ടാണ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമ്മൾ ആക്സിയൽ കിട്ടും. അതായത് വി ആക്സിയൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണെന്ന് എഴുതണം? തീറ്റ എന്തായിരിക്കണം? തീറ്റ 0 ആയിരിക്കണം. അപ്പം വി ആക്സിയൽ ഈസിക്വൽ ടു എന്തെന്ന് വരും? പി ഇൻറ്റു കോസ് 0 ഡിവൈഡ് ബൈ എന്താണ്? 4 പൈ എപ്സിലോൺ 0 ആർ സ്ക്വയർ എന്ന് വരും. കോസ് 0 1 ആയതുകൊണ്ട് അതും കൂടെ ഒന്ന് എഴുതിയേക്കണം, കോസ് 0 1 എന്ന് എഴുതിയേക്കണം. അപ്പോൾ നമുക്ക് വി ആക്സിയൽ എന്ത് കിട്ടും? ആക്സിയൽ ഈസിക്വൽ ടു കോസ് 0 1 ആണ്, പി ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ആർ സ്ക്വയർ എന്ന് കിട്ടും. അതേപോലെ തന്നെ എനിക്ക് ഇക്വേറ്ററിലെ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഞാൻ ഒരു ഡൈപോൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ട് -q +q കൺസിഡർ ചെയ്തിട്ട് ഇക്വേറ്ററിലുള്ള കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെയാണ് ഇക്വേറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ r കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പൊസിഷൻ വെക്ടർ ഇങ്ങോട്ടും ഡൈപോൾ മൊമെൻറ്റ് ഡയറക്ഷൻ ഇങ്ങോട്ടുമാണ്, തീറ്റ ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ വി ഇക്വറ്റോറിയൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ തീറ്റ 90 ഡിഗ്രിയാണ്. അപ്പോൾ കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ വി ഇക്വറ്റോറിയൽ ഈസ് ഈക്വൽ ടു പി കോസ് 90 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ആർ സ്ക്വയർ എന്നാവും, വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു 0. അതിനർത്ഥം ഇക്വേറ്റോറിയൽ ലൈനിൽ കൂടെ ഒരു ചാർജിനെ ഞാൻ ഡൈപോളിനകത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതാണ് അതിൻ്റെ ആൻസർ. അപ്പം ഇത്രയും ഒരു വലിയ ഡെറിവേഷനാണിത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഒന്നുകൂടെ പറഞ്ഞു തരണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഞാൻ ഒന്ന് ചെറുതാക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് നോക്ക്. ഇച്ചിരി വലിയ ഡെറിവേഷനാണേ. എവിടെ എഴുതാനുള്ളതെന്നും എവിടെ മനസ്സിലാകാനുള്ളതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് തരാം. So could you show that the equatorial part? Yeah. ഡൗട്ടുള്ള ചോദിക്കണേ എവിടെയെങ്കിലും. Sir, can you show the diagram? Yes.
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഒന്ന് വായിച്ചു നോക്കിയാൽ. അഭിരാമൻ ഓക്കെ ആണോ? അഭിരാം? Yes, sir. ലോവിസ് ഓക്കെ. ഏഞ്ചലീന ഓക്കെ ആണോ? Yes, sir. ഡെബ്രിയ ഓക്കെ ആണോ? ഡെബ്രിയ? Yes, sir. ഏബൽ? Yes, sir. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാമല്ലോ. നോക്കിക്കോളൂ അടുത്ത ടോപ്പിക്ക്. ഓക്കെ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജ് പഠിച്ചില്ലായിരുന്നു? കുറേ ചാർജുകളുടെ മൂലമുണ്ടാക്കുന്ന അത് ജസ്റ്റ് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും അതൊന്ന് ടോപ്പിക്ക് എടുത്തേക്കാമേ. അതും ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോയേക്കാം. അപ്പം നോക്കിക്കോളൂ, ഒരു സെക്കൻഡേ. ഓക്കെ, നോക്കിക്കോളൂ. അപ്പം ഹെഡിങ് എഴുതിക്കോളൂ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജ്. സിസ്റ്റം ഓഫ് ചാർജ്. കുറേ ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പം ഞാൻ ഒരു പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യാണ്. ഇതിന് ചുറ്റിനും കുറേ ചാർജുകളുണ്ട്. അപ്പം ഞാൻ ആദ്യം Q1 എന്ന് പറയുന്ന ഒരു ചാർജിനെ ഞാനിവിടെ കൺസിഡർ ചെയ്തു. ആ Q1 എന്ന് പറയുന്ന ചാർജ് ഇരിക്കുന്ന പോയിന്റും ഈ P എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള ദൂരം R1P ആണെന്ന് വിചാരിച്ചു. അടുത്തത് Q2 ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ഇത് തമ്മിലുള്ള ദൂരം R2Pയും. അടുത്തത് Q3 ആണ്. ഇത് തമ്മിലുള്ള ദൂരം R3Pയും. അടുത്തത് ഇത് തമ്മിലുള്ള ദൂരം, ഇത് Q4 ആണ്, ഇത് R4Pയും ആണെന്ന് വിചാരിച്ചു. ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു ചാർജ്, nth ചാർജ് Qn, അത് നമുക്ക് വേണമെങ്കിൽ RNP എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെ പൊട്ടൻഷ്യൽ നമുക്കറിയാമല്ലോ, ഇക്വേഷൻ നമുക്കറിയാം. V1, അതായത് Q1 ഈ P എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ് V1. V1 ഈസിക്കൽ നമുക്കറിയാം ഇക്വേഷൻ 1/4πε0 Q1 ഡിവൈഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R1P ആണ്. അതേപോലെ V2 എന്ന് പറയുന്നത് 1/4πε0 Q2 ഡിവൈഡ് ബൈ R2P ആണ്. Vn എന്ന് പറയുന്നത് 1/4πε0 Qn ഡിവൈഡഡ് ബൈ എന്താണ് RNP എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇവരുടെ എല്ലാം പൊട്ടൻഷ്യലിൻ്റെ സമ്മല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് V ടോട്ടൽ ഈസിക്കൽ ടു V1 പ്ലസ് V2 പ്ലസ് എക്സെട്ര അപ് ടു Vn എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ V ടോട്ടൽ ഈസിക്കൽ ടു 1/4πε0 Q1 ഡിവൈഡ് ബൈ R1P പ്ലസ് എക്സെട്ര അപ് ടു ലാസ്റ്റിലത്തെ എഴുതുന്നുള്ളൂ പ്ലസ് 1/4πε0 Qn ഡിവൈഡ് ബൈ RNP. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? ഇവരെ മറ്റേ സമ്മേഷൻ ഇട്ട് എഴുതാം, കഴിഞ്ഞ ആ ചാപ്റ്ററിനകത്ത് എഴുതിയ പോലെ തന്നെ. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് Q1 അല്ല 1/4πε0 നമുക്ക് കോമൺ എടുക്കാൻ പറ്റും. 1/4πε0 കോമൺ എടുക്കാൻ പറ്റും. ബാക്കി ഇവിടെ Q1 ഡിവൈഡ് ബൈ R1P പ്ലസ് എക്സെട്ര അപ് ടു Qn ഡിവൈഡഡ് ബൈ എന്താണ് RNP എന്ന് വരുന്നു. ഇത് സമ്മേഷൻ്റെ രീതിയിൽ എഴുതാം. 1/4πε0 സമ്മേഷൻ I ഈസിക്കൽ ടു 1 തൊട്ട് I ഈസിക്കൽ ടു n വരെ എന്തിനെ ആഡ് ചെയ്യേണ്ടത്? QI ഡിവൈഡഡ് ബൈ RIPനെ ആഡ് ചെയ്യേണ്ടത്. ഈ ഐക്ക് 1 കൊടുക്കുമ്പോൾ Q1 ഡിവൈഡ് ബൈ R1P എന്നാവും, സമ്മേഷൻ്റെ പ്ലസ് ഇടുന്നു. ഐക്ക് 2 കൊടുക്കുന്നു, Q2 ഡിവൈഡ് ബൈ R2P എന്നാവുന്നു, സമ്മേഷൻ്റെ പ്ലസ് ഇടുന്നു. 3 കൊടുക്കുന്നു ഐക്ക്, അപ്പം എന്താണ് Q3 ഡിവൈഡ് ബൈ R3P. അങ്ങനെ ആണ്. അപ്പോൾ ഇതിനെ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നതിനെ നമുക്ക് തന്നെ ഈ രീതിയിലോട്ട് എഴുതാം എന്നുള്ളതാണ് കാണിക്കുന്നത്, സമ്മേഷൻ ഇട്ട്. ഇതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് സമ്മേഷൻ, അതുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
So could you scroll to the top? Yeah. ക്ലിയർ ആണോ? ഏബിൾ ഓക്കെ ആണോ? ഏബിൾ, എഞ്ചലീന, Yes. ഡേബ്രിയ, Yes, sir. അഭിരാം, ലോവിസ്? Yes, sir. Yes, sir. ഫൈൻ. അപ്പോൾ നമുക്ക് ഒരു ടോപ്പിക് കൂടെ എടുക്കാം, നോക്കിക്കോളൂ. അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ചാർജ്ഡ് സ്പെരിക്കൽ കണ്ടക്ടർ എന്ന് പറയുന്ന ഒരു സ്പെരിക്കൽ കണ്ടക്ടർ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് പഠിച്ചായിരുന്ന ഒരു കണ്ടക്റ്റിംഗ് സ്പിയർ മുഖാന്തരമുള്ള എന്താണ് ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു ഗോസസ് തിയറം വെച്ചിട്ട്. അതേപോലെ തന്നെ ഒരു കണ്ടക്റ്റിംഗ് സ്പിയർ മുഖാന്തരമുള്ള പൊട്ടൻഷ്യൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പം അതും ഹെഡിങ് എടുത്തു. അത് നിങ്ങൾ ടെക്സ്റ്റിനകത്തൊന്നും അങ്ങനെ എല്ലാവരും പെട്ടെന്ന് വിസിബിൾ ആകുന്ന പോർഷനിലൊന്നുമില്ല, ഒരു ചെറിയൊരു പോർഷനെ കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുമല്ല നല്ലൊരു കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത്. അപ്പോൾ നോക്കിക്കോളൂ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ചാർജ്ഡ് സ്പെരിക്കൽ കണ്ടക്ടർ. അപ്പം അതിനകത്ത് നമ്മൾ ഒരു ചാർജ്ഡ് കണ്ടക്ടർ എടുക്കുകയാണ്. ഈ കണ്ടക്ടറാണിത്. ഇതിൻ്റെ കണ്ടക്റ്റിംഗ് സ്പിയർ അല്ലെങ്കിൽ ചാർജ്ഡ് സ്പെരിക്കൽ കണ്ടക്ടർ എന്ന് പറയുമ്പം ഒരു കണ്ടക്ടർ എടുത്തിട്ട് അതിൻ്റെ സർഫസിൽ മൊത്തം ചാർജ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ഇതിൻ്റെ സർഫസിൽ മൊത്തം ചാർജാണ്. ഈ കണ്ടക്ടറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ എന്നുള്ള കാര്യമൊക്കെ നമ്മളന്ന് പഠിച്ചാണ്. എനിക്ക് രണ്ട് ഭാഗത്തുള്ള പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന്, അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ കണ്ടക്റ്റിംഗ് സ്പിയർ ഐ ഹാവ് ടു കാൽക്കുലേറ്റ് അവിടുത്തെ പൊട്ടൻഷ്യൽ. അതേപോലെ തന്നെ അറ്റ് എ പോയിന്റ് ഇൻസൈഡ് ദ കണ്ടക്റ്റിംഗ് സ്പിയർ. ഈ രണ്ട് പോയിന്റിലെയും പൊട്ടൻഷ്യൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ഈ ഡെറിവേഷൻ അല്ല ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിതെൻ്റെ ഈ പോയിന്റിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. ആ പോയിന്റ് നമ്മുടെ സെൻറ്ററിൽ നിന്ന് ഒരു സ്മോളാർ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചു. അവിടുത്തെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ ടെസ്റ്റ് ചാർജിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരണം. അതൊന്നും നമുക്കിവിടെ പറയേണ്ട ആവശ്യമില്ല. ഞാനിവിടെ വി ഔട്ട്സൈഡ് എടുക്കുകയാണ്. ഓൾറെഡി നമ്മൾ ടെസ്റ്റ് ചാർജിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ള പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം. വി ഔട്ട്സൈഡ് എന്നും കൂടെ അങ്ങ് ചേർത്താൽ മതി. വി ഔട്ട് ഈസ് ഈക്വൽ ടു 1/4πε0
ഇതിൻ്റെ മൊത്തം ചാർജാണ്. ഒരു ചാർജ് അല്ല ഇതിൻ്റെ മണ്ടയ്ക്കുള്ളത്. മൊത്തം ചാർജ് എന്ന് പറയുമ്പോൾ ക്യൂ നെറ്റാണ്. മൊത്തം ചാർജാണ് അവിടെ എഫക്റ്റ് ഉണ്ടാക്കുന്നത്. ക്യൂ നെറ്റ് ഡിവൈഡ് ബൈ എന്താ, അവിടുത്തെ റേഡിയസ് ആറാണ്. ഇതാണ് വി ഔട്ട് സൈഡ് അല്ലേ. അത് കേസ് ആർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആവാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആവാം. അടുത്തത് എനിക്ക് അകത്തെ പോയിന്റ് വി ഇൻസൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതൊരു കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. വി ഹാവ് ഇ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഡി വി ബൈ ഡി ആർ ഇന്നലെ പഠിപ്പിച്ചതാണ് ആണല്ലോ. അപ്പം ഇൻസൈഡ് ദ കണ്ടക്റ്റിംഗ് സ്പിയർ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നറിയാമോ? 0 ആണ്. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് 0 ആവുകയാണെങ്കിൽ അതിനർത്ഥം എന്തുവാ? നമുക്കറിയാം 0 ഈസ് ഈക്വൽ ടു, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഈ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഡി വി ബൈ ഡി ആറിനെ നമുക്ക് വേണമെങ്കിൽ ഈ ഈസ് ഈക്വൽ ടു വെറും ഡി വി ബൈ ഡി ആർ എന്ന് എഴുതാം, വി ബൈ ആർ എന്ന് എഴുതാം, വി ബൈ എൽ എന്ന് എഴുതാം, വി ബൈ ഡി എന്നോ ഒക്കെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ. അപ്പോൾ നമുക്കിവിടെ ഞാൻ ആ ഡി വി ബൈ ഡി ആർ തന്നെ എടുക്കാം. ഡി വി ബൈ ഡി ആർ ഈസ് ഈക്വൽ ടു ഇ ആണ്. അപ്പോൾ ഈ 0 ആയതുകൊണ്ട് തന്നെ ഡി വി ബൈ ഡി ആർ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരുന്നു? 0 എന്ന് വരുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളൊരു സാധനം എന്താണെന്നറിയാമോ? ഏതിൻ്റെ ഡെറിവേറ്റീവ് ആണ് 0 ആകുന്നതെന്നറിയാമോ? ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ആയിരിക്കും. അപ്പം നമുക്കിവിടെ ഡി വി ബൈ ഡി ആർ എന്തിനാണ് ഡെറിവേറ്റ് ചെയ്തത്? വിനെയാണ്. വി എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യലിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ 0 കിട്ടുവാണെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. Therefore വി ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പം ഈ ഇൻസൈഡ് ഈ 0 ആണെന്ന് പറഞ്ഞിട്ട് വി 0 ആകണമെന്നുണ്ടോ? ഇല്ല, വി 0 അല്ല, വി കോൺസ്റ്റൻ്റ് ആണ്. വി കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ അകത്ത് നിങ്ങൾ ഏത് പോയിൻ്റ് എടുത്തെന്ന് പറഞ്ഞാലും അവിടുത്തെ വി എന്തായിരിക്കും? വി കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എഴുതാനുള്ള എഴുതിക്കും, ഇത്രയേ ഉള്ളൂ. സർ ഫിഗർ ഒന്ന് സൂം ആക്കൂ. സൂമാക്കാം. ഓക്കെ സർ. എഴുതാനുണ്ടെങ്കിൽ എഴുതിക്കോണേ, പറയണം. നമുക്ക് നോക്കാനുള്ളത് ഒരു ടോപ്പിക് കൂടെ നമുക്ക് എടുക്കാം. അതിനുള്ള സമയം കൂടെ ഉണ്ട്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് എഴുതിക്കോ. ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എഴുതിക്കോളൂ. ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഒന്ന് എഴുതിയേക്കണേ.
inside a charged inside a charged spherical conductor E is 0, but there is some constant potential. ഒന്ന് എഴുതിയിട്ടേക്കണം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കൂടെ പറഞ്ഞു തരാം. അതിൻ്റെ പടമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരയ്ക്കാം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസും പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. നോക്കിക്കോളൂ. അപ്പം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്നൊരു ഹെഡിങ് എഴുതുക. ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് നോക്കിക്കോളൂ. അതായത് ഞാനൊരു ചാർജ് കൺസിഡർ ചെയ്യാണ് +q. ഈ ചാർജിൻ്റെ അവിടെ നിന്ന് ഒരു ഫിക്സഡ് ദൂരം, അതായത് ഈ ചാർജ് ഒരു സ്പെറിക്കലാണല്ലോ, ചാർജ് സ്പെറിക്കൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വെളിയിൽ ഞാനൊരു സർഫസ് കൺസിഡർ ചെയ്യാണ്, ഗോഷ്യൻ സർഫസ് പോലെ തന്നെ ഇതിൽ നിന്ന് സെയിം റേഡിയസ് ഉള്ള ഒരു സർഫസ്, അതൊരു സ്പിയർ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സെയിം റേഡിയസ് ആണ്, ഇങ്ങോട്ടും എല്ലാം സ്പിയർ ആണെന്ന് വിചാരിച്ചോ. സ്പിയർ അതായത് റബ്ബർ ബോളിൻ്റെ വെളിയിൽ ഒരു ഫുട്ബോൾ ഗോസസ് സർഫസ് പോലെ തന്നെ. അപ്പം ഇതെല്ലാം ഞാൻ നമുക്കൊരു 3 സെൻറ്റിമീറ്ററിനോ അല്ലെങ്കിൽ 3 മില്ലിമീറ്ററിനോ ഒക്കെ എടുക്കാം. മില്ലിമീറ്ററൊന്നും എടുക്കാൻ പറ്റില്ല, അതിലും ചെറുതാണ് കേട്ടോ. അപ്പം ഇങ്ങനൊരു സർഫസ് എടുക്കുന്നു. ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു, എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്, ഇത് സി എന്ന് പറയുന്ന പോയിന്റ്, ഇത് ഡി എന്ന് പറയുന്ന പോയിന്റ്. എനിക്ക് എയിലുള്ള പൊട്ടൻഷ്യൽ വി എ ആണ്, ബിയിലുള്ള പൊട്ടൻഷ്യൽ വി ബി ആണ്. കാരണം ചാർജിൻ്റെ ഇത്ര ദൂരത്തിലുള്ള പോയിന്റ് അല്ലേ, അപ്പോൾ ഉറപ്പായിട്ട് അവിടെ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഇത് വി സി ആണ്, ഇത് വി ഡി ആണ്. ഞാൻ ഒരു ചാർജിനെ വയലറ്റ് ചാർജാണിത്, ഈ വയലറ്റ് ചാർജിനെ ഇവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവെക്കാൻ ഞാൻ ചെയ്യേണ്ട വർക്ക് ഡൺ നമുക്കറിയാമല്ലോ. വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഫ്രം എ ടു ബി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ബി മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് എ. അത് 0 ആയിരിക്കും. കാരണം എന്താണെന്നറിയാമോ, നിങ്ങളൊന്ന് നോക്കി, ഇത് ഇവിടെ നിന്ന് ഇത്രയുള്ള ദൂരം 3, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും 3, സെയിം ഡിസ്റ്റൻസിലുള്ള 2 പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ അത് സെയിം സർഫസിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടുത്തെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലും റേഡിയസ് സെയിം വരുന്നതുകൊണ്ടും ചാർജിൻ്റെ എഫക്റ്റ് സെയിം വരുന്നതുകൊണ്ടും ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം വരുന്നതുകൊണ്ടും അവിടുത്തെ രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ 0 ആണ്. സെയിം ആണ്. സെയിം പൊട്ടൻഷ്യൽ തമ്മിൽ മൈനസ് ചെയ്താൽ എന്ത് വരും? 0 കിട്ടും. അങ്ങനെയുള്ള സർഫസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അതായത് ആ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഒരു ചാർജിനെ നിങ്ങൾ ഒരു പോയിന്റിൽ നിന്ന് വേറെ എവിടെ കൊണ്ടുപോകാനായിട്ടാണെങ്കിലും നിങ്ങൾക്ക് 0 വർക്ക് ചെയ്താൽ മതിയെങ്കിൽ ആ സർഫസിനെയാണ് നിങ്ങൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചതേ ഉള്ളൂ. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് തന്നെ ഇങ്ങനെ ഇരിക്കും. ഒരു ചാർജിന് ചുറ്റിനുമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ഇപ്പോൾ ചാർജ് ആണെങ്കിൽ ഇത് ഇക്വിപൊട്ടൻഷ്യൽ ഇത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്, ഇത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്, ഇത് വേറൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്, ഇത് വേറൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഇനിയും ഇതിൻ്റെ ചാർജും ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്തേക്കണം. ഈ സർഫസ് വരയ്ക്കുമ്പോഴും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ജസ്റ്റ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്തേക്കാം. ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പടം വരച്ചിട്ട് നിങ്ങൾ 2 പോയിൻ്റ് അങ്ങോട്ട് അതിലോട്ട് മാർക്ക് ചെയ്യുക. ഇത് എ ആയിട്ട് എടുക്കുക, ഇത് ബി ആയിട്ട് എടുക്കുക. എന്നിട്ട് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് ഫ്രം എ ടു ബി ഡബ്ല്യു എ ബി ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതുക? പൊട്ടൻഷ്യൽ അറ്റ് ബി മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് എ വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതുക. ഇത്രയേ ഉള്ളൂ. എഴുതിയോ? ഓക്കെ, എന്നിട്ട് അതിൻ്റെ എഴുതാനുള്ളതും കൂടെ എഴുതിക്കോ. അതിൻ്റെ താഴോട്ട് എഴുതേണ്ടത് ഇറ്റ് ഈസ് എ സർഫസ്, ഇതും കൂടെ എഴുതിക്കോ. ഇറ്റ് ഈസ് എ സർഫസ് ഹാവിങ് സെയിം പൊട്ടൻഷ്യൽ
സെയിം പൊട്ടൻഷ്യൽ അറ്റ് ഓൾ പോയിന്റ്സ് സെയിം പൊട്ടൻഷ്യൽ അറ്റ് ഓൾ പോയിന്റ്സ്. താഴോട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് എഴുതുക. പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് എഴുതുക. പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് എഴുതുക. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് എഴുതുക. The work done to move a charge work done to move a charge from one point to another in an equipotential surface equipotential surface is zero. ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിൽ നെവർ ഇന്റർസെക്റ്റ്. ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിൽ നെവർ ഇന്റർസെക്റ്റ്. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരെണ്ണം കൂടി എഴുതിക്കോ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ perpendicular to equipotential surface. Equipotential surface equipotential surface. അത് നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മതി. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോക്കിയേ, ഇതാണ് നമ്മുടെ ഇത്. ഇവരൊരിക്കലും കണ്ടോ ഈ പച്ചയും നീലയും തമ്മിലൊന്നും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അത് എത്ര അടുത്തുവാണെങ്കിലും അവർ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. അതേപോലെ തന്നെ കണ്ടോ ഇവിടെ എല്ലാം 90 ഡിഗ്രിയാണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും എപ്പോഴും എന്താ എല്ലായിടത്തും 90 ഡിഗ്രി ആയിരിക്കും. നോക്കിയോ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ആ സർഫസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഇത്രയുമേ ഉള്ളൂ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇനി നമുക്ക് പല ടൈപ്പ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പടം വരയ്ക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരയ്ക്കാം. So could you show the third point? Yes. Yes, sir. ഓക്കെ അഭിരാം ഓക്കെ ആണോ? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ? Yes, sir. ഓക്കെ, ഞാൻ ആ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കുന്നതും കൂടെ ഒരു ടോപ്പിക് കൂടെ ഞാനങ്ങ് അതും കൂടെ ക്ലിയർ ചെയ്താൽ പിന്നെ നമുക്ക് ഇതും കൂടെ ഉള്ളൂ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സിസ്റ്റം കൂടെ ഉള്ളൂ. അതിവിടെ അങ്ങ് ക്ലിയർ ചെയ്തേക്കാം, നോക്കിക്കോളൂ. അപ്പം നമ്മളൊരു ഇൻഡിവിജ്വൽ പോസിറ്റീവ് ചാർജിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുക. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇത്, അടുത്ത സർഫസ് ഇത്, അടുത്ത സർഫസ് ഇത്, മതി, 3 എണ്ണം മതി. ഓക്കെ, അപ്പം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോൺസെൻട്രിക് സർക്കിൾസ് ആയിരിക്കും. എന്നിട്ട് ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും വരച്ച് വെച്ചേക്കുക. ഇങ്ങോട്ട് 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 ഇങ്ങനെ വരയ്ക്കുക. ഒരു നെഗറ്റീവ് ചാർജിൻ്റെ വരയ്ക്കാൻ പറഞ്ഞാലും സെയിം ഇതുപോലെ തന്നെ വരയ്ക്കുകയാണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നെഗറ്റീവ് ഇൻഡിവിജ്വൽ ആണ്. ഇൻഡിവിജ്വൽ നെഗറ്റീവ് ചാർജിന് വരയ്ക്കാൻ പറഞ്ഞാലും ഇങ്ങനെ കോൺസെൻട്രിക് ആണ് കേട്ടോ. ഞാനിപ്പോൾ വരയ്ക്കുമ്പോൾ കൃത്യം കോൺസെൻട്രിക് ആയിട്ടല്ല വരുന്നത്, കോൺസെൻട്രിക് ആണ്. എന്നിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുക, അകത്തോട്ട് വരച്ച് കാണിക്കുക. അപ്പോഴും പെർപെൻഡിക്കുലർ തന്നെ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോണം. ഇങ്ങനെ വരയ്ക്കുന്നു സെപ്പറേറ്റ്. ഇനിയും നമുക്കൊരു പോസിറ്റീവ് നെഗറ്റീവും കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് ഒന്ന് നോക്കിയേരെ. അതുകൊണ്ട് ഇങ്ങനെ വരും, നോക്കിക്കോളൂ. ഒരു പോസിറ്റീവ് ചാർജും
ഒരു നെഗറ്റീവ് ചാർജ്. നമുക്കറിയാം പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് തമ്മിൽ അട്രാക്ഷനാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ത് ചെയ്യുന്നറിയാമോ, നല്ലതായിട്ട് അടുത്തടുത്ത് വരും. അതായത് കോൺസെൻട്രിക് എന്ന് പറയുമ്പോൾ ഒരേ അകലം വരത്തില്ല. ഈ സൈഡിൽ കൃത്യമായിട്ട് വരും, ഈ സൈഡിൽ എന്താണ്, ഈ സൈഡിൽ കൃത്യമായിട്ട് വരുമെങ്കിലും ഈ സൈഡിൽ അത് വരില്ല. ഈ സൈഡിൽ എന്ത് ചെയ്യും, അടുത്തടുത്തായിരിക്കും വരുന്നത്. കണ്ടോ, ഇങ്ങനെ അടുത്തടുത്ത് വരും. കാരണം ആ അട്രാക്ഷൻ കൊണ്ട് എന്താണ്, അടുത്തായിരിക്കും ഇരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ അടുത്തടുത്ത് വരും. അതായത് അട്രാക്ഷൻ കൊണ്ട് എന്ത് ചെയ്യും, ആ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അങ്ങ് എന്താണ് ഒരു കൺസ്ട്രക്ഷൻ സംഭവിക്കും തന്നെ ഇങ്ങനെ. ഇവിടെ അതേപോലെ ഇത് അടുത്തടുത്താണ്, വളരെ അടുത്തടുത്താണ്. അപ്പുറത്തെ സൈഡിൽ എന്താ, അപ്പുറത്തെ സൈഡിൽ നോർമൽ ദൂരം പോലെ തന്നെ വരും. ഓക്കെ ആണല്ലോ. ഇവിടെ അതേപോലെ തന്നെ ഈ സൈഡിൽ അടുത്തടുത്താണ് വരുന്നത്. ഇത് കൃത്യം ഒരു സ്പെരിക്കലായിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ. ഞാനിത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ എനിക്കിതിൽ വരയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ സൈഡിൽ കൃത്യം ഒരേ കോൺസെൻട്രിക് സർക്കിൾ പോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി രണ്ട് പോസിറ്റീവ് ചാർജ് വന്നാലും ഇതേപോലെ തന്നെ നടുക്കല്ലായിരിക്കും വരുന്നത്. പോസിറ്റീവ് ചാർജ് വരുമ്പോൾ റിപ്പൾഷൻ അല്ലേ വരിക. അപ്പം രണ്ട് പോസിറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ അവിടെ റിപ്പൾഷൻ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇതേണ്ട ഇങ്ങനെയായിരിക്കും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരിക. ഇവിടെ കൃത്യം കോൺസെൻട്രിക് ആയിരിക്കും, അതായത് ഇവിടെ എല്ലാം കൃത്യം അളവായിരിക്കും. എന്നാൽ ഈ സൈഡിൽ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നറിയോ, ഈ സൈഡിൽ വരുമ്പോഴത്തേക്ക് ഒത്തിരി അങ്ങ് അടുക്കും. കാരണം റിപ്പൾഷൻ വരുമ്പം വെളിയിലോട്ടാണ് ഫോഴ്സ് കൂടുതൽ വരുന്നുണ്ടാവുക. അപ്പോൾ ഈ സൈഡിൽ അങ്ങ് സർഫസ് ഒത്തിരി അടുത്തടുത്ത് വരും. അടുത്ത് വന്നാലും ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല കേട്ടോ, ഇങ്ങനെ ഇരിക്കും. ഈ സൈഡിൽ അങ്ങ് അടുത്തടുത്ത് വരും. ഇങ്ങനെ എഴുതാം. ഞാൻ വേണമെങ്കിൽ ആ പടം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി അതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്ത് ഗ്രൂപ്പിലോട്ട് ഇടാം, നോക്കിയോളൂ. ഓക്കെ, എന്നാൽ നമുക്കിങ്ങനെ അങ്ങ് നിർത്താം ഇന്നത്തെ ക്ലാസ്. Okay, sir. Thank you. സർ Thank you, sir. ഓക്കെ. സർ എനിക്ക് നാളെയാണെങ്കിൽ പള്ളിയുണ്ട്.